ജനങ്ങൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ഗവൺമെന്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ പ്രയോജനം യഥാർത്ഥത്തിൽ കിട്ടുന്നവർ അറിയുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം കിട്ടും, അറിയുന്നവരുണ്ട്, അപേക്ഷിച്ച് കിട്ടുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർക്കല്ലേ ആദ്യമായി കിട്ടേണ്ടത്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പം ഈ 8 ജില്ലകളിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മന്ത്രിസഭയിലെ സഹപ്രവർത്തകരുമായിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ പങ്കുവച്ചു. തീരുമാനമെടുത്തിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇന്ന് സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അതിന്റെ ഗുണഭോക്താവിനെ നിർദ്ദേശിക്കാനുള്ള അവകാശവും അധികാരവും ഗ്രാമസഭകൾക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തട്ടിലെ സംവിധാനം ഗ്രാമസഭയാണ്. ഗ്രാമസഭ സജീവമായാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുകയാണ്. പക്ഷെ ഗ്രാമസഭകള് ഇന്ന് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വന്നിട്ടില്ല. അപ്പൊ ഗ്രാമസഭകളെ സജീവമാകണം. ഗ്രാമസഭകളിൽ ഈ ആനുകൂല്യങ്ങൾ, ഈ പുതിയ പുതിയ പദ്ധതികൾ അതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവര് കണ്ടെത്തണം. എൻ്റെ അയൽവക്കത്ത് ഇങ്ങനെ ഒരാളുണ്ട്, ആ ആൾ ഇന്നത് കിട്ടാൻ അർഹതയുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി 99 കൊണ്ടുവന്നതാണ്. ഒരു ഗൃഹനായകൻ 60 വയസ്സ് താഴെയുള്ള ഗൃഹനായകൻ മരിച്ചാൽ 10,000 രൂപ കൊടുക്കാനുള്ള സ്കീം. ഇത് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രപതി ധനകാര്യമന്ത്രിയായിരുന്നുകൊണ്ട് അവസാനം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അത് 20,000 രൂപയാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വളരെയധികം ആളുകൾ ഇത് അതിന് അർഹത നേടിയിട്ടുള്ളവർ അറിയുന്നില്ല. പലരും 1-2 കൊല്ലം കഴിഞ്ഞ് ആ അപേക്ഷ വൈകി വന്ന അപേക്ഷ സ്വീകരിക്കുന്നതിന് പ്രത്യേക ആനുകൂല്യം വേണമെന്ന് പറഞ്ഞു, അത് വേവ് ചെയ്യണമെന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗ്രാമസഭകൾ അവര് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗ്രാമസഭകൾ ഉണർന്നു പ്രവർത്തിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അർഹിക്കുന്നവർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ, അവസരങ്ങൾ ലഭ്യമാക്കും. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.